കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നിപ്പോൾ 7-ാം തീയതി, ആഗസ്റ്റ് 7-ാം തീയതി ആണ്. 7/8/2025 വന്ന പുതിയ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു വിജ്ഞാപനമാണ്. അത് R1-290/2025 എന്നാണ്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും അതിനോടനുബന്ധിച്ച സ്ഥാപനങ്ങളിലേക്കും സുരക്ഷാ ചുമതല വഹിക്കുന്നതിന് ഒഴിവുള്ള 23 സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന്, അതായത് 14/8/2025 തീയതി രാവിലെ 10 മണിക്ക് വാക്ക് ആൻഡ് ഇൻ്റർവ്യൂ നടത്തുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. പ്രതിമാസം മൊത്തം വേതനം 21,175 രൂപ. പ്രായം 1/1/2025 60 വയസ്സ് കവിയാത്തവർ ആയിരിക്കണം. നിയമന കാലാവധി ഉത്തരവ് തീയതി മുതൽ 30/4/2026 കൂടിയായിരിക്കും. യോഗ്യരെന്ന് കാണുന്നവരെ പുനർനിയമനത്തിന് പരിഗണിക്കുന്നതായിരിക്കും. യോഗ്യതകൾ സൈനിക, അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള എക്സ് സർവീസ്മാന്, ആർമി, നേവി, എയർഫോഴ്സ്, BSF, CISF, FTBP, CRPF, ആസാം റൈഫിൾസ്, GREF ആയിരിക്കണം. അതിലുള്ള ആളുകളായിരിക്കണം അപേക്ഷകർ. ആരോഗ്യ ദൃഢഗാത്രരും നല്ല കാഴ്ചശക്തിയുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരും ആയിരിക്കണം. വയസ്സ്, യോഗ്യതകൾ, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ്, അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കിലുള്ള സർക്കാർ ഡോക്ടറുടെയോ ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടറുടെയോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. മേൽപ്രകാരം രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ മൊബൈൽ നമ്പർ സഹിതം ദേവസ്വം ഓഫീസിൽ 8:30 സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഒപ്പുവെക്കുന്ന ഡോക്ടറുടെ യോഗ്യത, രജിസ്റ്റർ നമ്പർ, സർട്ടിഫിക്കറ്റ്, ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതായിരിക്കും. വിശദ വിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിലോ 0487-255-6335 അതല്ലെങ്കിൽ 251-248-235, അതായത് അവസാനത്തെ 3 നമ്പറാണ് ഈ മാറ്റങ്ങൾ എന്ന നമ്പറിൽ ടെലിഫോൺ വഴിയോ അറിയാവുന്നതാണ്. അഡ്മിനിസ്ട്രേറ്ററാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടാവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അതിന് അർഹരായ എക്സ് സർവീസ്മാനൊക്കെ ഉണ്ടെങ്കിൽ, ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അതിന് ശ്രമിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.